ബ്രൂണോ, ഓടിപ്പോയി ആ പന്തെടുത്ത് കൊണ്ടുവാ. സച്ചിൻ അവന്റെ പട്ടിക്കുട്ടിയോട് വിളിച്ചു പറഞ്ഞു. ബ്രൂണോ പന്തിനു നേരെ വേഗത്തിൽ ഓടിപ്പോയി പന്തുമായി തിരിച്ചു വന്നു. അവൻ അവന്റെ വാലാട്ടി. വെൽഡൺ ബ്രൂണോ, നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്, വാ നമുക്ക് പോകാം. സച്ചിൻ ബ്രൂണോയെ കെട്ടിപ്പിടിച്ചു. എന്താണ് ആ ശബ്ദം? ഓഹ്, ഒരു മീൻ വിൽപ്പനക്കാരൻ. ബ്രൂണോ ഗേറ്റിന് നേരെ ഓടി. ഗേറ്റ് തുറന്നു കിടക്കുകയാണ്. സച്ചിൻ ബ്രൂണോയുടെ പിറകെ ഓടി. ബ്രൂണോ, ബ്രൂണോ, പുറത്തേക്ക് പോകല്ലേ. സച്ചിൻ ഉറക്കെ അലറി. പക്ഷേ ബ്രൂണോ ഗേറ്റിന് പുറത്തേക്ക് ഓടി. സച്ചിന് വല്ലാതെ വിഷമിച്ചു. അച്ഛാ. സച്ചിൻ അവന്റെ അച്ഛനെ വിളിച്ചു. നിങ്ങൾ എന്റെ പട്ടിക്കുട്ടിയെ കണ്ടോ? സച്ചിൻ തെരുവിലെ ഒരു സ്ത്രീയോട് ചോദിച്ചു. യെസ്, ഒരു പപ്പി പാർക്കിലേക്ക് ഓടുന്നത് ഞാൻ ഇപ്പൊ കണ്ടുള്ളൂ, ആ സ്ത്രീ പറഞ്ഞു. എവിടെയാണ് പാർക്ക്? ഇവിടുന്ന് അധികം ദൂരെയൊന്നുമല്ല, നേരെ പോയിട്ട് ബസ് സ്റ്റാൻഡിന്റെ അടുത്താണത്, ആ സ്ത്രീ പാർക്കിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. വളരെ നന്ദി. സച്ചിനും അവന്റെ അച്ഛനും പാർക്കിലേക്ക് വേഗത്തിൽ പോയി. എന്ത് ഭംഗിയുള്ള സ്ഥലമാണിത്. ബ്രൂണോ പാർക്കിൽ എല്ലായിടത്തും ഓടിക്കളിച്ചു. അവനൊരു ഊഞ്ഞാലയിലിരുന്നു. ഊഞ്ഞാല മുന്നോട്ടും പിന്നോട്ടുമാടി. അവൻ ഊഞ്ഞാലയിൽ നിന്ന് താഴേക്ക് ചാടി. വാവ്, ഒരു സ്ലൈഡ്. അവൻ അതിന്റെ മുകളിൽ കയറി താഴോട്ട് ഉതിർന്നു. അവൻ പുല്ലിൽ ഉരുണ്ടു. ഹായ്, ഒരു കോണി. അവൻ അതിലൂടെ മുകളിലേക്ക് കയറി. എന്നിട്ട് ബ്രൂണോ ഒരു ബെഞ്ചിന്റെ മുകളിലേക്ക് ചാടി. ദൂരെ പോ, ഒരു കുട്ടി ഉറക്കെ പറഞ്ഞു. ബ്രൂണോ ദൂരേക്ക് ഓടിപ്പോയി. സച്ചിനും അവന്റെ അച്ഛനും ബ്രൂണോയെ എവിടെയും കണ്ടെത്താനായില്ല. നീ ഒരു പപ്പിയെ കണ്ടോ? സച്ചിൻ ഒരു കുട്ടിയോട് ചോദിച്ചു. കറുത്ത പുള്ളികളുള്ള ഒരു വെളുത്ത പപ്പിക്കുട്ടിയാണോ? കുട്ടി ചോദിച്ചു. അതെ. ഏത് വഴിയിലൂടെയാണ് അത് പോയത്? ദാ ആ വഴിയിലൂടെ വലതുഭാഗത്തേക്ക്. കുട്ടി ഒരു കടയിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. ഓഹ്, എന്തു ഭംഗി. ബ്രൂണോ ബലൂണുകളിലേക്ക് നോക്കി. ബലൂൺ മുകളിലേക്ക് പൊങ്ങി താഴ്ന്നു. ബ്രൂണോ അവ പിടിക്കാൻ ശ്രമിച്ചു. ബോം, ഒരു ബലൂൺ പൊട്ടി. ബ്രൂണോ പേടിച്ച് ദൂരേക്കോടി. ബലൂൺ കച്ചവടക്കാരാ, നിങ്ങൾ ഒരു നായ്ക്കുട്ടിയെ കണ്ടോ? സച്ചിൻ ചോദിച്ചു. അത് നിങ്ങളുടെ നായ്ക്കുട്ടിയായിരുന്നോ? അത് എന്റെ ബലൂണുകളിൽ ഒന്ന് പൊട്ടിച്ചു. അയാൾ ദേഷ്യത്തോടെ നോക്കി. ക്ഷമിക്കണം അമ്മാവ, ഞങ്ങൾ അതിനുള്ള പണം തരാം. സാരമില്ല, നിങ്ങളുടെ നായ്ക്കുട്ടിയെ ഞാൻ പച്ചക്കറിക്കടയുടെ മുന്നിൽ കണ്ടിരുന്നു. പച്ചക്കറിക്കട എവിടെ? സച്ചിൻ ചോദിച്ചു. നേരെ പോയിട്ട് ഇടത്തോട്ട് തിരിയുക, ബലൂൺ കച്ചവടക്കാരൻ പറഞ്ഞു. നന്ദി അമ്മാവ, സച്ചിൻ പറഞ്ഞു. ബ്രൂണോ പച്ചക്കറിക്കടയിലേക്ക് ഓടി. ഹായ്, ഒരു പന്ത്. ബ്രൂണോ ഒരു ഉരുളക്കിഴങ്ങിൽ തട്ടി. അതൊരു പെട്ടിക്ക് താഴേക്ക് ഉരുണ്ടുപോയി. പിന്നെ അവൻ ഒരു മത്തങ്ങയുടെ മുകളിലേക്ക് ചാടി അത് ഉരുട്ടാൻ തുടങ്ങി. ഹായ്, ചുവന്ന പന്തുകൾ. അവൻ തക്കാളിപ്പെട്ടിയുടെ മുകളിൽ കയറി. അത് താഴേക്ക് വീണു. തക്കാളി തറയിൽ മുഴുവൻ ചിന്നിച്ചിതറി. ഹേയ് വികൃതി നായേ, ഇവിടുന്ന് പോ. പച്ചക്കറി കടക്കാരൻ ഒരു വടി ഉയർത്തി ഉറക്കെ അലറി. ബ്രൂണോ ദൂരേക്ക് ഓടിപ്പോയി. ആ നായ്ക്കുട്ടി പോയി. ഇനി വന്നാൽ ഞാൻ അവനെ കൊല്ലും. അതിന്റെ കട മുഴുവൻ അലങ്കോലമാക്കി. പച്ചക്കറിക്കടക്കാരൻ ദേഷ്യത്തോടെ അലറി. നോക്കൂ അച്ഛാ, അയാൾ എന്റെ ബ്രൂണോയെ തല്ലി. സച്ചിൻ കരയാൻ തുടങ്ങി. എന്റെ പൊന്നു മോൻ കരയല്ലേ, നമുക്ക് അവനെ തിരിച്ചു കിട്ടും. അച്ഛൻ അവന്റെ തോളിൽ തലോടി. സമയം വൈകിക്കൊണ്ടിരിക്കുന്നു, നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാം. നോക്കൂ അച്ഛാ, നമ്മുടെ ബ്രൂണോ അവിടെ ഉണ്ട്. സച്ചിൻ ബ്രൂണോയുടെ അടുത്തേക്ക് ഓടി. ബ്രൂണോ സച്ചിന്റെ കൈകളിലേക്ക് ചാടി. വികൃതി പപ്പി, നീ എവിടെയായിരുന്നു? സച്ചിൻ ചോദിച്ചു. ബ്രൂണോ അവന്റെ വാലാട്ടി. ഇങ്ങ് വാ. സച്ചിൻ ബ്രൂണോയെ കെട്ടിപ്പിടിച്ചു. ഓഹ്, നിന്റെ മേൽ മുഴുവൻ അഴുക്കായിട്ടുണ്ട്, വാ നമുക്കൊന്ന് കുളിക്കാം. ഹായ് കൂട്ടുകാരെ, ഈ പാഠഭാഗത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സഹപാഠികൾക്ക് ഷെയർ ചെയ്യുവാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.